ഹായ് ഓൾ, ഇന്ന് പഴം കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 3 പഴമെടുത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് മൊത്തം 1/2 കപ്പ് പഞ്ചസാര വേണം. ഞാൻ 1/4 കപ്പ് ബ്രൗൺ ഷുഗറും 1/4 കപ്പ് വൈറ്റ് ഷുഗറും ചേർത്തിട്ടുണ്ട്. പൊടിച്ചിട്ട് ചേർത്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും. പഞ്ചസാര അലിയുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ബട്ടറും 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. പട്ടയോ ഗ്രാമ്പുവോ പൊടിച്ച് ചേർക്കുന്നത് കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതായിരിക്കും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം അതിലോട്ട് നേരത്തെ ഉടച്ചു വെച്ച പഴത്തിൻ്റെ കൂട്ടുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ആഡ് ചെയ്യണ്ട. ഇപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ ബട്ടറോ എണ്ണയോ തടവി വെച്ചിരിക്കുന്ന ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തതാണ്. ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്